ജമാഅത്തെ വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എനിക്കെതിരായി ഒരു വക്കീൽ നോട്ടീസ് ഇന്നലെ ലഭിക്കുകയുണ്ടായി. അപ്പോൾ അതിനുള്ള മറുപടി ഒരാഴ്ചക്കുള്ളിൽ കൊടുക്കണം. മാത്രമല്ല, വക്കീൽ നോട്ടീസിൽ സൂചിപ്പിച്ചിട്ടുള്ളത് 1 കോടി രൂപ കോമ്പൻസേഷനാണ്. പിന്നെ നിരുപാധിക മാപ്പും പിന്നെ അനുബന്ധ ചെലവും. അപ്പം ആദ്യമായിട്ട് ഞാൻ പറയുക, അതൊന്നും കൊടുക്കാൻ എനിക്ക് മനസ്സില്ല. അപ്പം അതിൻ്റെ ഭാഗമായി ജയിലിൽ പോകാനാണ് അന്തിമ വിധിയെങ്കിൽ അത് സന്തോഷപൂർവം സ്വീകരിച്ച് ജയിലിൽ പോകും. വിദ്യാർത്ഥി ജീവിതത്തിൽ മിച്ചഭൂമി സമരത്തിൽ പങ്കെടുത്ത് 30 ദിവസം കണ്ണൂർ സെൻട്രൽ ജയിലിൽ കിടന്ന ഒരാളാണ്. NGO അധ്യാപക സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ടും റിമാൻഡിലായിട്ടുണ്ട്. മന്ത്രിയായിരിക്കുന്ന സമയത്ത് എൻ്റെ പേരിലുള്ള ഒരു പ്രധാനപ്പെട്ട കേസിൽ ഒറ്റപ്പാലം കോടതി 2.5 വർഷം ശിക്ഷിച്ചിരുന്നു. പക്ഷെ പിറ്റേ ദിവസം തന്നെ ഞാൻ കൺവിക്ഷനും സെൻറ്റൻസും സ്റ്റേ ചെയ്യിപ്പിച്ചു. എൻ്റെ ഡിസ്ക്വാളിഫിക്കേഷൻ ഇല്ലാതാക്കി. കേസ് വിധി വന്നു. പക്ഷേ ഒരു ദിവസം പോലും മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ടില്ല. അപ്പം വിധി വന്നു കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസം തന്നെ രാജിവെക്കുകയാണ്. അതിലേക്ക് ഞാൻ പോയിട്ടില്ല. അതുകൊണ്ട് കേസും കോടതിയും എന്നെ സംബന്ധിച്ചിടത്തോളം പുത്തിരിയല്ല. ഇവിടെ ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് കേരള ചാപ്റ്റർ സെക്രട്ടറി മുഹമ്മദ് ഷിഹാബ് എലിയാസ് ഷിഹാബ് പോക്കൂട്ടൂരിന് വേണ്ടി അഡ്വക്കേറ്റ് അമീൻ ഹസൻ എറണാകുളം, അദ്ദേഹമാണ് എനിക്ക് വക്കീൽ നോട്ടീസ് അയച്ചിട്ടുള്ളത്. നോട്ടീസിൽ പറയുന്ന കാര്യങ്ങളെല്ലാം വസ്തുതാവിരുദ്ധവും തെറ്റിദ്ധരിപ്പിക്കുന്നതും എന്നെയും എൻ്റെ പാർട്ടിയെയും പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ അവഹേളിക്കുന്നതിനും അപമാനിക്കുന്നതിനും അപകീർത്തിപ്പെടുത്തുന്നതിനും വേണ്ടി പരപ്രേരണയിൽ ഗൂഢ ഉദ്ദേശത്തോടെ കെട്ടിച്ചമച്ചതാണ്. ഇതുവഴി ഒരു ന്യൂനപക്ഷ വിരുദ്ധ മനസ്സിൻ്റെ ഉടമയാണ് ഞാൻ എന്ന് വരുത്തുന്നതിനുള്ള ശ്രമവും. കഴിഞ്ഞ 60 വർഷത്തിലേറെക്കാലം നീണ്ടു നിന്നതാണ് എൻ്റെ പൊതുപ്രവർത്തനം. വിദ്യാർത്ഥി ട്രേഡ് യൂണിയൻ പ്രവർത്തനം വഴിയാണ് CPM-ൻ്റെ നേതൃത്വത്തിലെത്തിയത്. അതിൻ്റെ ഇടയിൽ MP, MLA, മന്ത്രി എന്ന നിലയിൽ ഞാൻ നടത്തിയ പ്രവർത്തനം പൊതുജനങ്ങളിൽ ഒരു രൂപത്തിലുമുള്ള ആക്ഷേപം ഉണ്ടാക്കിയിട്ടില്ല. ആകർഷകമായ ഒരു പ്രൊഫഷണൽ ജീവിതം വേണ്ടെന്ന് വെച്ചാണ് പൊതുപ്രവർത്തനത്തിൽ ഞാൻ ഇറങ്ങിയത്. അങ്ങനെ ഇറങ്ങുന്ന സമയത്ത് സാമ്പത്തികമായി അത്തരം വളരെ മെച്ചപ്പെട്ടൊരു സ്ഥിതിയായിരുന്നില്ല എൻ്റെ കുടുംബജീവിതം. തൊഴിലാളി വർഗ കൂറും പ്രതിബദ്ധതയും എൻ്റെ പാർട്ടിയോടുള്ള വിശ്വാസ്യതയും സംരക്ഷിച്ചുകൊണ്ട് അഴിമതി വിമുക്ത തൊഴിലാളി വർഗ സംസ്കാരം കാത്തുസൂക്ഷിച്ചുകൊണ്ട് ഒരു കമ്മ്യൂണിസ്റ്റുകാരനായി ഇന്നും ഞാൻ ജീവിക്കുകയാണ്. എൻ്റെ കുടുംബജീവിതവും ഇതിനേറെ സഹായിച്ചു. പൊതുജീവിതത്തിൽ ഇന്നേ വരെ മതനിരപേക്ഷതക്കെതിരായിട്ടോ മതന്യൂനപക്ഷ വിരുദ്ധ സമീപനമോ എൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ലെന്ന് മാത്രമല്ല, മതന്യൂനപക്ഷ സംരക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഭൂരിപക്ഷ വർഗീയത ഉയർത്തുന്ന ഫാസിസ്റ്റ് വെല്ലുവിളിക്കെതിരായി ശബ്ദിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിലെല്ലാം
ശബ്ദിച്ചിട്ടുണ്ട്. ഇത് അവസാനം വരെ ഉണ്ടാവും. ഇതാണ് എൻ്റെ ചരിത്രം. എനിക്കെതിരായി നോട്ടീസ് അയച്ച ജമായത്തെ ഹിന്ദ് അതിൻ്റെ സെക്രട്ടറി അവരുടെ പ്രസ്ഥാനത്തിൻ്റെ നയമെന്താണ്, ലക്ഷ്യമെന്താണ് എന്ന് പ്രഖ്യാപിക്കണം. അത് പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ പ്രഖ്യാപിക്കണം. ഈ കത്തിൻ്റെ അകത്ത് ഞാൻ കണ്ടില്ല. ഞാൻ ഇന്ത്യ രാജ്യത്തിൻ്റെ മതേതര ജനാധിപത്യ പരമാധികാര സോഷ്യലിസ്റ്റ് മൂല്യങ്ങളെന്ന ഭരണഘടനാദത്തമായ മൂല്യങ്ങൾ മുറുകെ പിടിക്കുന്ന ഒരാളാണ്. ഇന്ത്യൻ ഭരണഘടന അപ്ഹോൾഡ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അതിൽ പറഞ്ഞ സോഷ്യലിസ്റ്റ് ആശയം തൊഴിലാളി വർഗ രാഷ്ട്രീയം ഉൾക്കൊണ്ടുകൊണ്ട് യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്ന ഒരാളാണ് ഞാൻ. ഈ സംഘടന ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കുന്നുണ്ടോ? മതനിരപേക്ഷത അംഗീകരിക്കുന്നുണ്ടോ? മറിച്ച് ഒരു മതരാഷ്ട്രവാദമാണോ അവരുടെ ലക്ഷ്യം എന്നതിനെ സംബന്ധിച്ച വ്യക്തത പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ഉണ്ടാക്കി കൊടുത്തതിന് ശേഷമായിരിക്കണം എനിക്ക് നോട്ടീസ് അയക്കേണ്ടിയിരുന്നത്. വ്യക്തി ജീവിതത്തിലും പൊതുപ്രവർത്തനത്തിലും ഔപചാരിക ജീവിതത്തിലും എതിരാളികളുമായി ഏറ്റുമുട്ടുമ്പോഴും പെരുമാറുമ്പോഴും സഭ്യമായ പെരുമാറ്റവും വ്യക്തിപരമായ ആദരവും മാനിക്കാതെ ഞാൻ ആരോടും സംസാരിച്ചിട്ടില്ല. സഖാവ് VSൻ്റെയും സഖാവ് പിണറായിയുടെയും ഗവൺമെൻറ്റുകളിൽ പ്രധാനപ്പെട്ട വകുപ്പുകൾ കൈകാര്യം ചെയ്യാനുള്ള അവസരം എനിക്ക് ലഭിച്ചിരുന്നു. ഈ വകുപ്പുകൾ പരമാവധി ജനങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചു. പ്രത്യേകിച്ച് വൈദ്യുതി, പട്ടികജാതി, പിന്നോക്ക സാംസ്കാരിക വകുപ്പുകളിൽ നൂതനമായ പദ്ധതികൾ ആവിഷ്കരിച്ചു. കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ ശ്രദ്ധ പിടിച്ചുപറ്റി. വിമർശനങ്ങളെ ഒരിക്കലും എതിരാളികളെ അപമാനിക്കുന്നതിനോ അവഹേളിക്കുന്നതിനോ അധിക്ഷേപിക്കുന്നതിനോ വേണ്ടി ഞാൻ നാളിതുവരെ ശ്രമിച്ചിട്ടില്ല. ഒരു മാതൃകാപരമായ പൊതുപ്രവർത്തനത്തിൻ്റെ ഒരു ഭാഗം ഉൾക്കൊണ്ടുകൊണ്ടാണ് പൊതുജീവിതത്തിൽ എളിയ മേൽവിലാസം എനിക്ക് ലഭിച്ചു. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ അടുത്ത കാലത്ത് KP കേശവമേനോൻ അവാർഡ് അതിൻ്റെ ട്രസ്റ്റ് എനിക്ക് സമ്മാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ ഏതെങ്കിലും രൂപത്തിൽ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ഇതുവരെ അപമാനിക്കപ്പെട്ടിട്ടില്ല. കമ്മ്യൂണൽ ഹാർമണിയെ, മത സൗഹാർദ്ദത്തെ ഹനിക്കുന്ന രൂപത്തിലുള്ള ഒരു വാക്കോ പ്രവൃത്തിയോ എൻ്റെ ഭാഗത്തുണ്ടായിട്ടില്ല. ഇതാണ് ആമുഖമായി സൂചിപ്പിക്കാനുള്ളത്. എനിക്കയച്ച വക്കീൽ നോട്ടീസിൻ്റെ ഉള്ളടക്കത്തിലേക്ക് പരിപൂർണമായി കടക്കാൻ ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നില്ല. പ്രധാനപ്പെട്ട ഭാഗം മിനിഞ്ഞാന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ വ്യക്തമായ ഭാഷയിൽ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ നല്ല രൂപത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. മാത്രവുമല്ല P. ജയരാജനെ പോലുള്ള CPMൻ്റെ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർമാരും മറ്റ് സഖാക്കളും എൻ്റെ പരാമർശത്തെ ന്യായീകരിച്ചുകൊണ്ട് പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ വ്യക്തതയും വരുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ആ കാര്യങ്ങളിലേക്ക് അധികം കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ നിയമപരവും സാങ്കേതികവുമായ ചില കാര്യങ്ങൾ സൂചിപ്പിച്ചു പോകേണ്ടത് ആവശ്യമാണ്. എനിക്കയച്ച വക്കീൽ നോട്ടിൽ സൂചിപ്പിച്ച കാര്യങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വസ്തുക്കൾക്ക് നിരക്കുന്നതല്ല. ദൃശ്യമാധ്യമങ്ങൾ വഴി എൻ്റെ വീട്ടിൽ വെച്ച് നടത്തിയ പ്രതികരണങ്ങളെ തെറ്റായ രൂപത്തിൽ വളച്ചൊടിച്ചതാണ്. ഞാൻ ഒരു പത്രസമ്മേളനവും നടത്തിയിട്ടില്ല, ഒരു പത്രവാർത്ത ആർക്കും കൊടുത്തിട്ടുമില്ല. പ്രായപരിധിയുടെ പേരിൽ സംഘടനാ ചുമതലകളിൽ നിന്ന് മാറിയതിന് ശേഷം ഇതുവരെ ഒരു പത്രസമ്മേളനവും ഞാൻ വിളിച്ചു ചേർന്നിട്ടില്ല. എന്നാൽ ചില പ്രത്യേക പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരാമർശങ്ങൾ ദൃശ്യമാധ്യമ സുഹൃത്തുക്കൾ എൻ്റെ വീട്ടിൽ വന്ന സമയത്ത് ഞാൻ പറയാറുണ്ട്.
അങ്ങനെയാണ് 6/1/2026 രാവിലെ ദൃശ്യമാധ്യമ സുഹൃത്തുക്കൾ സമയം ചോദിച്ച് എൻ്റെ വീട്ടിൽ വന്ന കാര്യങ്ങൾ ചോദിച്ചപ്പോൾ 3 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അതിലിവിടെ വന്ന ആൾക്കാരൊക്കെ അതിലുണ്ട്. നമ്പർ 1, വയനാട് കോൺഗ്രസ് നേതൃത്വ ക്യാമ്പിൽ 100 സീറ്റിൽ കോൺഗ്രസ് അധികാരത്തിൽ വരും. പാർട്ടിയുടെ നിലപാട് എന്താണ്? 2, ശബരിമല കേസിൽ അറസ്റ്റിലായി ജയിലിൽ കഴിയുന്ന CPM പ്രതിനിധികളുടെ പേരിൽ എന്തുകൊണ്ട് സംഘടനാ നടപടി സ്വീകരിക്കുന്നില്ല? 3, വെള്ളാപ്പള്ളിയുടെ ന്യൂനപക്ഷ നിലപാടിനോട് എന്തുകൊണ്ട് അനുകൂലമായ നിലപാട് സ്വീകരിച്ചു? എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല? ഇതാണ് നിങ്ങൾ ചോദിച്ച 3 ചോദ്യം. അതിനാണ് ഞാൻ മറുപടി പറഞ്ഞത്. ഇതിൻ്റെ ഇടയിലാണ് ഒരു ടെലിവിഷൻ റിപ്പോർട്ടർ ഒരു ചെറിയ രൂപത്തിൽ പ്രകോപിതനായി വെള്ളാപ്പള്ളിയുടെ പരാമർശത്തിൽ CPMനെ വിമർശിച്ചത്. ലീഗിനെയും ജമായത്തിനെയും എതിർക്കുന്ന നിലപാട് RSSന് അനുകൂലമാണെന്നും പ്രകോപിതനായി അദ്ദേഹം പറഞ്ഞു. ഇതിനുള്ള മറുപടിയിലാണ് ജമായത്തിനെ കുറിച്ചുള്ള പരാമർശം നടത്തിയത്. എന്നാൽ അന്നത്തെ ദൃശ്യമാധ്യമങ്ങളിൽ, അതായത് 6-ാം തീയതിയത്തെ ഈ ഭാഗം ഒരു രൂപത്തിലും പ്രാധാന്യത്തോടു കൂടി വന്നിട്ടേയില്ല. ഒരു ദൃശ്യമാധ്യമം മാത്രമാണ് അത് കൈകാര്യം ചെയ്തത്. തൊട്ടടുത്ത ദിവസത്തെ ഒരു ദിനപത്രത്തിലും വാർത്ത വന്നിട്ടില്ല. എന്നാൽ 7/1/2006 ആ ദിവസം തന്നെ നേരത്തെ സൂചിപ്പിച്ച ദൃശ്യമാധ്യമ റിപ്പോർട്ടർ ജമായത്തെ പ്രശ്നം മാത്രം എടുത്തു പറഞ്ഞ് പ്രതിപക്ഷ നേതാവിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി. പിന്നീട് പ്രതിപക്ഷ നേതാവ് വിവാദമാക്കി. തെറ്റിദ്ധാരണ പരത്തുന്ന രൂപത്തിൽ എൻ്റെ പ്രതികരണം തെറ്റായ വ്യാഖ്യാനം കൊടുത്തുകൊണ്ട് പ്രചരിപ്പിച്ചു. മാറാട് വീണ്ടും ഓർമ്മപ്പെടുത്തുന്നത് വർഗീയ ധ്രുവീകരണം പ്രോത്സാഹിപ്പിക്കാനാണ് എന്ന വ്യാപക പ്രചരണം നടത്തി. ഇതിനുള്ള മറുപടി നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി 8/1/2026 വൈകുന്നേരം 5:30 പത്രസമ്മേളനത്തിൽ മാധ്യമ സുഹൃത്തുക്കളുടെ ചോദ്യത്തിന് മറുപടിയായി സംശയാതീതമായി വ്യക്തമാക്കപ്പെട്ടു. അഭിപ്രായം പറയാനുള്ള എൻ്റെ സ്വാതന്ത്ര്യം ഭരണഘടനയുടെ ആർട്ടിക്കിൾ 19(1) സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഫ്രീഡം സ്പീച്ചാണത്. ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ആൻഡ് സ്പീച്ച്. മാത്രവുമല്ല, വർഗീയതയ്ക്കെതിരായിട്ടുള്ള ആശയ പ്രചരണം അത് ഭരണഘടന 51(a)(e)-യിൽ കൃത്യമായി വ്യക്തമാക്കിയതാണ്. ഈ 2 സംരക്ഷണവും ഭരണഘടനയുടെ ഭാഗമായിട്ടുള്ള ഈ 2 ആർട്ടിക്കിളിൽ പറഞ്ഞ കാര്യങ്ങളെ വെച്ചുകൊണ്ടാണ് ഞാൻ എൻ്റെ അഭിപ്രായം വ്യക്തമാക്കിയത്. ഭരണഘടനയുടെ 19 എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഫ്രീഡം ഓഫ് സ്പീച്ചാണ്. ആ ഫ്രീഡം ഓഫ് സ്പീച്ചിൽ ഒരു രൂപത്തിലും ആരെയും അപമാനിക്കുന്ന രൂപത്തിൽ എൻ്റെ ഭാഗത്തുനിന്നൊരു വിമർശനം ഉണ്ടായിട്ടില്ല. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 51(a)(e) എന്ന് വ്യവസ്ഥ ചെയ്തിട്ടുള്ളത് ടു പ്രൊമോട്ട് ഹാർമണി ആൻഡ് സ്പിരിറ്റ് ഓഫ് ബ്രദർഹുഡ് amongst all the people of India, transcending religious, linguistic and regional or sectional diversities. ഭരണഘടന അനുശാസിക്കുന്ന ഈ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി നിർവഹിക്കാനുള്ള ഒരു പൊതുപ്രവർത്തകൻ്റെ കടമ മാത്രമേ ഞാൻ നിർവഹിച്ചിട്ടുള്ളൂ. ഇത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പല സുപ്രധാനമായ കേസുകളിലും എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഡിഫൈമേഷൻ്റെ പേരിൽ എനിക്കയച്ച വക്കീൽ നോട്ടീസ് എനിക്ക് കിട്ടിയത് 9-ാം തീയതിയാണ്, ഇന്നലെ. അതിൻ്റെ മുമ്പ് തന്നെ ഈ നോട്ടീസ് ദൃശ്യമാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചു. എനിക്ക് കിട്ടുന്നതിന് മുമ്പ് എനിക്ക് രജിസ്റ്റേർഡായിട്ട് അയച്ചതാണ്. അഭിഭാഷക നോട്ടീസ് ഒരു സുപ്രധാന നിയമരേഖയാണ്. അതൊരു പ്രചരണായുധമായി ഉപയോഗിക്കാൻ പാടില്ല. അത് കിട്ടേണ്ട ആൾക്ക് കിട്ടുന്നതിന് മുമ്പ് തന്നെ ഉപയോഗിച്ചത് ഗുരുതരമായിട്ടുള്ള തെറ്റാണ്. അങ്ങനെ ചെയ്യുന്നത് ആരാണെന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടതാണ്. ഇക്കാര്യത്തിലുള്ള കർശനമായ പരിശോധന എൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും.
പൊതുജന വികാരം, അഭിപ്രായം ഒരു രാഷ്ട്രീയത്തെക്കുറിച്ച് ഒരു സംഘടനയ്ക്കെതിരായോ അല്ലെങ്കിൽ അതിന് നേതൃത്വം കൊടുക്കുന്ന നേതാവിനെതിരായോ പറയുന്നത് അപകീർത്തിപ്പെടുത്തലല്ല. ഇവിടെ വക്കീൽ നോട്ടീസിൽ പറഞ്ഞ പരാതിക്കാരൻ്റെ പേരോ അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന പ്രസ്ഥാനത്തിൻ്റെ പേരോ എടുത്ത് ഞാൻ പറഞ്ഞിട്ടില്ല, ബോധപൂർവമായിരുന്നു. എനിക്ക് നോട്ടീസ് അയച്ച ആളുടെ പേരോ അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന സംഘടനയുടെ അദ്ദേഹം പറയുന്ന പേരോ ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ വ്യക്തതയില്ലാതെയാണ് ഡിഫേമേഷൻ നോട്ടീസ് എനിക്ക് അയച്ചിട്ടുള്ളത്. വർഗീയത ഉയർത്തുന്ന ആപത്തിനെ കുറിച്ചുള്ള ആശങ്ക പ്രകടിപ്പിക്കുന്നത് അപകീർത്തിപ്പെടുത്തലല്ല. ഇവിടെ ഒരു കാര്യം ഞാൻ ഇതിൻ്റെ ഭാഗമായി രാഷ്ട്രീയമായി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഞാൻ ചില ജമാഅത്തെ പരാമർശം നടത്തിയത്. ആസന്നമായ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ RSSൻ്റെ പിന്തുണയോട് കൂടിയിട്ടാണ് NDA മത്സരിക്കുന്നത്. അപ്പുറം ജമാഅത്തയുടെ സഹായത്തോടു കൂടിയിട്ടാണ് UDF മത്സരിക്കുന്നത്. ഈ രണ്ട് വർഗീയ പ്രസ്ഥാനങ്ങളും നേതൃത്വം കൊടുക്കുന്ന, പിന്തുണക്കുന്ന രണ്ട് വിഭാഗത്തെയും എതിർത്ത് തോൽപ്പിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ മാത്രമേ കേരളത്തിൽ മതസൗഹാർദ്ദം സംരക്ഷിക്കപ്പെടുകയുള്ളൂ എന്നുള്ളതായിരുന്നു എൻ്റെ പരാമർശത്തിൻ്റെ പ്രധാനപ്പെട്ട ഉള്ളടക്കം. ആ സമയത്ത് മാറാട് എന്ന ഒരു പേര് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഏത് കക്ഷിയും അധികാരത്തിൽ വരുന്നത് വർഗീയ ശക്തികളുടെ സഹായത്തോടു കൂടിയിട്ടാണെങ്കിൽ ആ വർഗീയ ശക്തികൾ ഗവൺമെൻറ്റിനെ നിയന്ത്രിക്കും. ഇവിടെ ജമാഅത്തയുടെ സഹായത്തോടു കൂടിയിട്ടാണ് UDF അധികാരത്തിൽ വരുന്നതെങ്കിൽ ആ ഗവൺമെൻറ്റിനെ ജമാഅത്തെ, എൻ്റെ വാക്കത, സ്വാധീനിക്കും. മാത്രവുമല്ല ആഭ്യന്തരത്തെ സ്വാധീനിക്കും, കൺട്രോൾ ചെയ്യും. ജമാഅത്തെ ഭരിക്കുമെന്നോ ജമാഅത്തെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുമെന്നോ അല്ലെങ്കിൽ UDF അധികാരത്തിൽ വരുമെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നീട് ഇങ്ങനെ വ്യാഖ്യാനങ്ങൾ കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ഞാൻ പറഞ്ഞത് എന്താണ് എന്നുള്ളത് കൈരളി ലൈവായി സൂചിപ്പിച്ചിട്ടുണ്ട്. അതിൽ ഞാൻ പറഞ്ഞ കാര്യം, ജമാഅത്തയുടെ സഹായത്തോടു കൂടി UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഗവൺമെൻറ്റിനെ സ്വാധീനിക്കും, ആഭ്യന്തര വകുപ്പിനെ കൺട്രോൾ ചെയ്യും, നിയന്ത്രിക്കും. അത് കമ്മ്യൂണൽ ഹാർമണിയെ ബാധിക്കും. മാറാട് പോലുള്ള സംഭവങ്ങൾ ആവർത്തിക്കുന്നതിന് ഇടവരുത്തും. ഈ മുന്നറിയിപ്പ് ഒരു പൊതുപ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഞാൻ ആർജിച്ചെടുത്ത അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞതാണ്. RSSൻ്റെ നേതൃത്വത്തിലുള്ള BJP ഗവൺമെൻറ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ആപത്ത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതേപോലെ പറഞ്ഞിട്ടുണ്ട്. അത് ഡിഫേമേഷൻ ആയിട്ടില്ലല്ലോ. മാറാടെന്ന് പറഞ്ഞാൽ കമ്മ്യൂണലിസത്തിൻ്റെ ഭാഗമായി, വർഗീയതയുടെ ഭാഗമായി അത് വ്യാഖ്യാനിക്കപ്പെടും. കമ്മ്യൂണൽ ഹാർമണി ഇല്ലാതാകും, വർഗീയതയിലേക്ക് കൊണ്ടുചെന്നെത്തിക്കും, സമൂഹത്തിൽ സ്പർദ്ധ ഉണ്ടാക്കും. ഈ പേര് പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ ബാബറി മസ്ജിദ് പ്രശ്നത്തിന് ശേഷം എത്ര പ്രാവശ്യം ബാബറി മസ്ജിദ് എന്ന് പറഞ്ഞിട്ടുണ്ട്? ഗുജറാത്ത് സംഭവത്തിന് ശേഷം എത്ര പ്രാവശ്യം ഗുജറാത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്? മഹാത്മാഗാന്ധിയുടെ കൊലപാതകത്തിന് ശേഷം എത്ര പ്രാവശ്യം മഹാത്മാഗാന്ധിയുടെ കൊലപാതകം നമ്മൾ പറഞ്ഞിട്ടുണ്ട്? ചരിത്രം ഓർമ്മപ്പെടുത്തുന്നതും ചരിത്രത്തിൽ സംഭവിച്ച വസ്തുതകൾ എടുത്തു പറയുന്നതും ചരിത്രത്തിൻ്റെ കറുത്ത അധ്യായങ്ങൾ
തുറന്നു കാട്ടുന്നതും ആവർത്തിക്കാതിരിക്കാനാണ്. അത് ജെന്യൂനായിട്ടുള്ള ഒരു അപ്രിയൻഷനാണ് ഒരു പൊതുപ്രവർത്തകൻ്റെ. അത് ഡീഫേമേഷൻ്റെ അകത്ത് പെടില്ല. അങ്ങനെയാണെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഇന്ത്യ രാജ്യത്ത് പ്രവർത്തിക്കാൻ കഴിയില്ല. ഉത്തമ വിശ്വാസത്തിൽ അവരുടെ രാഷ്ട്രീയ ആശയം പറയുന്നതും രാഷ്ട്രവും ജനങ്ങളും അഭിമുഖീകരിക്കാൻ പോകുന്ന ആപത്തും ആശങ്കയും തുറന്നു കാട്ടുന്നതും ഡിഫേമേഷനല്ല, അപകീർത്തിപ്പെടുത്തലല്ല, അപമാനിക്കലല്ല, ആക്ഷേപിക്കലല്ല. അത് ചരിത്രത്തിലെ കറുത്ത പാടുകൾ ആവർത്തിക്കാതെ ഇരിക്കാനുള്ള മുന്നറിയിപ്പാണ്. ഇതാണ് ഞാൻ പറഞ്ഞതിൽ വലിയ അപകടമുണ്ട് എന്ന് ചില ആൾക്കാർ പറഞ്ഞു നടന്നത്. പക്ഷേ അഭിമാനത്തോടു കൂടി ഞാൻ പറയാം, ഔദ്യോഗികമായി മുസ്ലിം ലീഗോ അറിയപ്പെടുന്ന കേരളത്തിലെ മതസംഘടനകളോ എൻ്റെ പരാമർശത്തിനെതിരായി ഇതുവരെ രംഗത്ത് വന്നിട്ടില്ല. ആകെ ഷാജി ഇന്നലെ പറഞ്ഞു. അത് പറയാൻ അദ്ദേഹം നിർബന്ധിക്കപ്പെട്ടത് ജമാഅത്തേക്കെതിരായി ഏറ്റവും ശക്തമായ ചെറുനാവും വലിയ നാവും ഇളക്കിയ ആളാണ് അദ്ദേഹം. വീണെടുക്കയിൽ നിന്ന് പടയുകയാണ്, അത് അഭ്യാസാക്കുകയാണ്. പക്ഷേ മുസ്ലിം ലീഗ് പൊതുവിൽ, അതുപോലെ തന്നെ മതസംഘടനകൾ പൊതുവിൽ നല്ല സമീപനമാണ് ഇക്കാര്യത്തിൽ കാട്ടിയിട്ടുള്ളത്. രണ്ടാമത് അവർ പറഞ്ഞ പാലക്കാട് നടന്ന കൊലപാതകവുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന, അതിൽ എൻ്റെ കക്ഷിയെയും എന്നെയും പരാമർശിക്കുന്നു എന്നുള്ളൊരു വൃത്തിയാണ്. ഞാൻ അങ്ങനെ അദ്ദേഹത്തിൻ്റെ കക്ഷിയെയോ അദ്ദേഹത്തിൻ്റെ സംഘടനയെയോ, സംഘടന എന്ന് പറയാം അദ്ദേഹം പേരെടുത്ത് പറഞ്ഞ സംഘടനയോ ഞാൻ ആക്ഷേപിച്ചിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെയും അപകീർത്തിപ്പെടുത്തലിൻ്റെ പ്രശ്നം ഇല്ല. ഈ രണ്ട് കാര്യങ്ങളാണ് അതിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നോട്ടീസ് എനിക്ക് ലഭിച്ചത് 9/1/2026 അതിന് ഞാൻ എൻ്റെ തന്നെ സുഹൃത്തും സഹപ്രവർത്തനവുമായിട്ടുള്ള സുപ്രീം ഹൈക്കോടതിയിലെ അഡ്വക്കേറ്റ് തോമസ് അബ്രഹാം വഴി മറുപടി അയക്കും. എനിക്ക് നോട്ടീസ് കിട്ടുന്നതിന് മുമ്പ് ഇത് TV സോഷ്യൽ മീഡിയയിൽ പ്രചരണത്തിന് കൊടുത്തത് എന്തുകൊണ്ടാണ്, അത് പ്രചരണമാക്കിയത് എന്തുകൊണ്ടാണ്, ഇത് വ്യക്തമാക്കണം. ഈ പറഞ്ഞ തുക കൊടുക്കാനുള്ള സാമ്പത്തിക ശേഷി എനിക്കില്ല. ഇല്ലെങ്കിൽ പോലും 1 കോടി രൂപ ഞാൻ ഇതിൻ്റെ പേരിൽ എന്നെ ശിക്ഷിച്ചിരിക്കുന്നു, നിങ്ങൾ വേണമെന്ന് പറഞ്ഞാൽ ഒരു 100 മുസ്ലിം സുഹൃത്തുക്കൾ ഓരോ ലക്ഷം രൂപ തരാൻ ഇന്ന് എൻ്റെ കയ്യിലുണ്ട്. അത് എൻ്റെ പാർട്ടിയിലെ മുസ്ലിങ്ങൾ മാത്രമല്ല. അതാദ്യം മനസ്സിലാക്കി പോകണം. ഞാൻ എൻ്റെ ജനനം നാഥാപുരത്ത് ആദ്യം മനസ്സിലാക്കി പോകണം. അവിടെയുള്ള മുസ്ലിം ലീഗിൻ്റെ ഒരു നേതാവ് ബംഗളത്ത് മുഹമ്മദ് ഓർത്തോളൂ, നാദാപുരം നിയോജക മണ്ഡലം പ്രസിഡൻ്റാണ്. 2018 ഞാൻ അവിടെ ഒരു സ്ഥാപനം കൊണ്ടുവന്നു. കൊണ്ടോട്ടി മൊയിൻകുട്ടി വൈദ്യ മാപ്പിള അക്കാദമിയുടെ ഉപശാഖ കേരളത്തിൽ ആദ്യമായി. ലീഗുകാർക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞതല്ല. മനോഹരമായൊരു കെട്ടിടമുണ്ടായി. അത് ഞാൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എൻ്റെ പ്രസംഗം കഴിഞ്ഞതിന് ശേഷം ബംഗളത്ത് പറഞ്ഞത് കേട്ടോളൂ. AK ബാലൻ ഈ നാടിൻ്റെ അഹങ്കാരവും അഭിമാനവുമാണ്. അദ്ദേഹം CPM-ൻ്റെ നേതാവ് മാത്രമല്ല, ലീഗിൻ്റെയും കൂടി നേതാവാണ്. മുസ്ലിം ലീഗിൻ്റെ തൂണേരിയിലുള്ള ഒരു വാർഡ്, അതെൻ്റെ വീടിൻ്റെ അടുത്താണ്, കക്കമ്പള്ളി തൂണേരി ബൈപ്പാസ് റോഡ്. 4 കോടി രൂപയിൽ ഞാൻ പണി പൂർത്തീകരിച്ചു. അതിൻ്റെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിച്ചത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത്, ഇപ്പോൾ അന്തരിച്ചു പോയ ഇബ്രാഹിം കുഞ്ഞായി. അദ്ദേഹം എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ അമ്മേൻ്റെ കൂടെ ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതാണ്. ആ റോഡിന് ലീഗുകാർ കൊടുത്ത പേര് ബാലൻ റോഡ് എന്നാണ്. ഇപ്പോഴും ബാലൻ റോഡ് അവിടെയുണ്ട്. അഭിവാദ്യം യൂത്ത് ലീഗുകാർ ബാനർ കെട്ടി എന്നെ അഭിനന്ദിച്ചു.
അതിൻ്റെ ഫോട്ടോ മാതൃഭൂമി പ്രസിദ്ധീകരിച്ചു. ആ മാതൃഭൂമി ലേഖകൻ ഇന്നലെ എന്നെ വിളിച്ചിരുന്നു. ഈ രംഗം എന്നെ ഓർമ്മപ്പെടുത്തി. ഇസ്മയിൽ, മാതൃഭൂമി ലേഖകൻ. ഞാൻ ആളുടെ പേരൊക്കെ പറയുന്നത് ആധികാരികത്വം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. ഇന്നും ഞാൻ വീട്ടിൽ പോയി കഴിഞ്ഞാൽ എൻ്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന മുസ്ലിം സുഹൃത്തുക്കളുണ്ട്. വളരെ ചെറുപ്പത്തെ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് നാദാപുരം പള്ളിയുടെ മുമ്പിലിരുന്ന് വൈലിത്തറ മൗലവിയുടെ മതപ്രസംഗം കേട്ടവനാണ് ഞാൻ. വയല് ഫറൂഖ് മൗലവിയുടെ മതപ്രസംഗം കേട്ടവനാണ് ഞാൻ. മൊയ്ലൂദും കുത്തിയാറാത്തിയും 5 നേരമുള്ള നിസ്കാരവും സ്വബയും ലോഹറും അസറും മഗ്‌രിബും ഇശാവും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്തരീക്ഷത്തിൽ വളർന്ന ഒരാളാണ് ഞാൻ. ഈ അടുത്ത കാലത്താണ് ഈ വയലിത്തറ മൗലവി, അദ്ദേഹം ആലപ്പുഴക്കാരനാണ്, അരിപ്പാട്, മരിക്കുന്നതിന് കുറച്ച് ദിവസം മുമ്പാണ് അദ്ദേഹത്തിൻ്റെ മകനെന്നെ വിളിച്ചിട്ട് ബാപ്പാക്ക് നിങ്ങളെ കാണണോ എന്ന് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. അതിനുള്ള കാരണം മാധ്യമത്തിൽ എൻ്റെ ഒരു ലേഖനം പറഞ്ഞു. നാദാപുരത്തെ വയലും തലശ്ശേരിയിലെ ബിരിയാണി. നിർഭാഗ്യവശാൽ എനിക്ക് അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞു. ഖുർആൻ ഞാൻ ഇഷ്ടപ്പെട്ട ഒരു മതഗ്രന്ഥമാണ്. ഹൈക്കൽ എഴുതിയ മലയാള തർജ്ജമ, അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷ് അല്ല അറബിക് വേർഷന് മലയാളത്തിലുള്ള തർജ്ജമ, അത് ആർത്തിയോടുകൂടി വായിച്ച ഒരാളാണ് ഞാൻ. ഇപ്പോൾ ഞാൻ ദുബൈയിൽ പോയ സമയത്ത് ഇവിടെ ഈ പുസ്തകം ഈ പതിപ്പ് ഉണ്ടാവില്ല, ഇവിടെയുള്ള ഈ വക്കീൽ നോട്ടീസ് അയച്ച ആളുടെ കയ്യിലുണ്ടാവില്ല. വിശുദ്ധ ഖുർആൻ സമ്പൂർണ്ണ മലയാള പരിഭാഷ ഇതെനിക്ക് തന്നിട്ടുള്ളത് OV മുസ്തഫ അഡ്വക്കേറ്റും അദ്ദേഹത്തിൻ്റെ ഭാര്യ അൽമനയും, തലശ്ശേരിയിലെ എൻ്റെ സുഹൃത്തുക്കളാണ്. ഹദീസുകളെ സംബന്ധിച്ചും ഖുർആനെ സംബന്ധിച്ചുള്ള എൻ്റെ താല്പര്യം അവർക്കറിയാം. അപ്പോൾ ഇത് വായിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇനി ഈ ഡീഫൈമേഷൻ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്നെ ശിക്ഷിച്ച് ജയിലാക്കുകയാണെങ്കിൽ ആദ്യത്തെ എൻ്റെ കടമ ഇത് വായിച്ചു തീർക്കുക എന്നുള്ളതായി. ഇതിൽ കൃത്യമായി മുനാഫിക്കുകളെ പറ്റി പറയുന്നത്, കപട വിശ്വാസികളെ സംബന്ധിച്ച്. ഞാനൊരു കപട വിശ്വാസിയല്ല, തൊഴിലാളി വർഗത്തോട് കൂറുള്ള ഒരു വിശ്വാസി, തൊഴിലാളി വർഗത്തോട് ഈമാനുള്ള ഒരു കമ്മ്യൂണിസ്റ്റാണ് ഞാൻ. എൻ്റെ ജീവിതത്തിൽ കപടത്തരിയില്ല. തൊഴിലാളി വർഗത്തോടുള്ള കൂറും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടുള്ള വിശ്വാസ്യതയും മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. അധികാരം കിട്ടിയ സമയത്തും എല്ലാതപ്പോഴും ജനങ്ങളോടൊപ്പം തന്നെ നിന്നതാണ്. എൻ്റെ മണ്ഡലത്തിൽ ഞാൻ ശ്രദ്ധിച്ചതുപോലെ തന്നെ ന്യൂനപക്ഷങ്ങൾക്ക് നല്ല സ്വാധീനമുള്ള നാദാപുരം മണ്ഡലം, പ്രത്യേകിച്ച് തൂണേരി നാദാപുരം പഞ്ചായത്തുകളിൽ ഒരു ഗവൺമെൻറ്റിനും ചെയ്യാൻ സാധിക്കാത്ത കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. 3 ഹൈഡൽ പദ്ധതികൾ അവിടെ യാഥാർത്ഥ്യമാക്കി. ഒരു ഇലക്ട്രിസിറ്റി ഡിവിഷൻ കല്ലാച്ചിയിൽ യാഥാർത്ഥ്യമാക്കി. കേരളത്തിൽ ആദ്യമായി ഞാൻ എൻ്റെ തൂണേരി പഞ്ചായത്തിലാണ് ഒരു സെക്ഷൻ ഓഫീസ്, ലീഗിൻ്റെ പഞ്ചായത്താണ്, അവിടെ കൊണ്ടുവന്നത്. ആ ലീഗിൻ്റെ പഞ്ചായത്തിൽ തന്നെ ഒരു ITI കൊണ്ടുവന്നു. വെള്ളൂർ പി രാഘവൻ്റെ പേരിൽ ഒരു സാംസ്കാരിക നിലയം കൊണ്ടുവന്നു. ബേക്കോട് കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ കീഴിൽ അതിമനോഹരമായ ഒരു ബ്രാഞ്ച് നാദാപുരത്ത് ഞാൻ കൊണ്ടുവന്നു. സർവോപരി ഇന്നേ വരെ ആരും ചെയ്യാത്ത മാപ്പിള അക്കാദമി, അതും അവിടെ യാഥാർത്ഥ്യമാണ്. അപ്പോൾ അവിടെയുള്ള മുസ്ലിമായാലും എന്നെ അറിയുന്ന മറ്റിതര പ്രദേശങ്ങളിലെ മുസ്ലിമായാലും ഞാനൊരു മുസ്ലിം വിരുദ്ധനാണ് എന്ന് ചിത്രീകരിക്കുമ്പോൾ ഈ ചരിത്രം ഒന്ന് ഓർക്കുന്നത് നല്ലതാണ്. ചുരുക്കി പറയാം, 10 പൈസ എൻ്റെ അടുക്കൽ നിന്ന് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ജമാഅത്തെ കേസിന് കൊടുക്കണ്ട. മരണം വരെ 10 പൈസ ഞാൻ കൊടുക്കില്ല. അത്ര ദാരിദ്ര്യം അവർക്കുണ്ടെങ്കിൽ പൈസ ഉണ്ടാക്കാനുള്ള വഴി ഞാൻ പറഞ്ഞു കൊടുക്കാം. പൈസ ഇല്ലാത്തൊരു പാർട്ടിയൊന്നല്ല. മാപ്പ് എൻ്റെ ജീവിതത്തിലേ ഉണ്ടാവില്ല ഇക്കാര്യത്തിൽ. മറിച്ച് ഞാൻ പറഞ്ഞ കാര്യം ഏതെങ്കിലും രൂപത്തിൽ
പാർട്ടിക്ക് വിയോജിപ്പുണ്ടെങ്കിൽ പാർട്ടി പറഞ്ഞാൽ ആ സമയം പാർട്ടി പറയുന്നത് ഞാൻ അനുസരിക്കും. ഇവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും പാർട്ടി നേതാക്കളും നയം വ്യക്തമാക്കി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ശക്തമായ നിലപാട്. ഇതൊരു ചെറിയ ആശയമാണെങ്കിൽ, ചെറിയ ആൾക്കാർ ഉയർത്തുന്ന ആശയമാണെങ്കിൽ പോലും ഇതിനെ എതിർത്ത് തോൽപ്പിച്ചേ പറ്റൂ. കാരണം ഇത് ഒരു ചിതളാണ് എന്നാണ് സമസ്ത നേതാവ് മുക്കം ഉമർ ഫെയ്സി ജമാഅത്തെ പറ്റി പറഞ്ഞത്. ഒരു വൻ ചിതലാണ്. അത് ഏത് മരത്തിലാണോ ഉള്ളത് ആ മരം ഇല്ലാതാക്കും. ചെറുതാണെങ്കിൽ പോലും അധികം വേണ്ട. അതാണ് ഇതിൻ്റെ ആപത്ത്. ആ ആപത്തിനെയാണ് നമ്മൾ തുറന്നു കാട്ടിയത്. അത് തുറന്നു കാട്ടുന്നത് ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്നുള്ള നിലയിലുള്ള എൻ്റെ ചുമതലയാണ്. രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനും പരമാധികാരത്തിനും സോഷ്യലിസ്റ്റ് ബോധത്തിനും എതിരായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്ന സംഘടനയാണ്. ആ സംഘടനയുടെ ആശീർവാദത്തിലും സഹായത്തിലും തണലിലും ഒരു UDF ഗവൺമെൻറ് അധികാരത്തിൽ വന്നാൽ അത് കേരളത്തിൻ്റെ നാശമായിരിക്കും എന്ന മുന്നറിയിപ്പ് ഇനിയും കൊടുത്തുകൊണ്ടേയിരിക്കും. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാലക്കാട് ജില്ലാ കമ്മിറ്റിയിൽ ഒരു ചർച്ച വന്നു എന്ന രൂപത്തിൽ എന്നെ പരിഹസിച്ചുകൊണ്ട് മലയാള മനോരമയിൽ ഒരു വാർത്ത വന്നു. അത് മലയാള മനോരമ ഒഴിവാക്കേണ്ടതായി. നാഥനില്ലാത്ത വാർത്ത കൊടുത്തേ ഞങ്ങൾ ജീവിതം അവസാനിപ്പിക്കൂ എന്ന് ധരിക്കരുത്. അതിന് കുഞ്ചുകുറുപ്പ്, AK ബാലൻ വാ തുറന്നാൽ വോട്ടാകുമെന്ന് CPM പാലക്കാട് ജില്ലാ കമ്മിറ്റിയിൽ ചർച്ച. വാ തുറന്നാൽ വോട്ട് പോകുമെന്ന്. ഞാൻ വായ തുറന്നിട്ട് കേരളത്തിലൊരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയ ഏഷ്യയിലെ KSUവിനെ തർപ്പറ്റിച്ചിട്ടുണ്ട്. മമ്പറം ദിവാറിനെയും കെ സുധാകരനെയും KT ജോസഫിനെയും മൂലക്കിരുത്തിക്കൊണ്ട് ബ്രണ്ണൻ കോളേജിലെ ചെയർമാനായിട്ടുണ്ട്. പാലക്കാട് എൻ്റെ പൊതുജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി സ്ഥാനങ്ങൾ ഞാൻ വഹിച്ചിട്ടുണ്ട്. നിരവധി തെരഞ്ഞെടുപ്പുകളിൽ ഞാൻ നേതൃത്വം കൊടുത്തിട്ടുണ്ട്. 47% വരെ വോട്ട് ഇവിടെ കിട്ടിയ കാലഘട്ടം ഉണ്ടായിരുന്നു. പാർട്ടി സഖാക്കളോടൊപ്പം നിന്നുകൊണ്ട്, രക്തസാക്ഷികളുടെ കുടുംബാംഗങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിച്ചു. അതിൻ്റെ ഭാഗമായി പാലക്കാട് ഒരു അപകടവും ഉണ്ടായിട്ടില്ല. കോൺഗ്രസ്സിലുള്ള കുറച്ചാളെങ്കിലും ഇങ്ങോട്ടേക്ക് വരിക എന്നല്ലാതെ എൻ്റെ പ്രവർത്തനം കൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. കേരളത്തിൽ എല്ലാ ജില്ലാ ബാങ്കുകളും നഷ്ടപ്പെട്ട സമയത്തും ചിന്നക്കുട്ടൻ 13 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്നത് എൻ്റെ ഇടപെടൽ കൂടി ഉണ്ടായിരുന്നു. അതിൽ AV ഗോപിനാഥിൻ്റെ സഹായം ഉണ്ടായിരുന്നു. ഞാനിവിടെയുള്ള പാർട്ടിക്ക് വായ തുറന്നതുകൊണ്ട് ഒരു അപകടം ഉണ്ടാക്കിയിട്ടില്ല. എന്നാൽ അവിടെ നിർത്തിയോ? അതാണ് വല്ലാത്ത ഒരു സങ്കടം. മലയാള മനോരമ അങ്ങനെ എഴുതേണ്ടതുണ്ടോ എന്നുള്ളത് അവരുടെ ഉയർന്ന തലത്തിൽ ചിന്തിക്കണം. ബാലൻ വായ തുറക്കരുത്. AK ബാലനോട് തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ വായ തുറക്കരുതെന്നും നിർദ്ദേശിക്കണമെന്നും, ഇങ്ങനെ വായ തുറന്നാൽ പാർട്ടിക്ക് വോട്ടുകൾ നഷ്ടപ്പെടുമെന്നും പാലക്കാട് ജില്ലാ കമ്മിറ്റിയിൽ അഭിപ്രായം ഉയർന്നു. ബാലൻ മിണ്ടാതിരുന്നാൽ എന്താവശ്യമെങ്കിലും മിണ്ടാതിരിക്കാൻ ചെയ്തു കൊടുക്കണമെന്ന് പരിഹാസ രൂപത്തിൽ പറഞ്ഞു. ജില്ലാ കമ്മിറ്റിയിൽ നടക്കുന്ന ഒരു ചർച്ചയെ ആധികാരികമായി അവർക്ക് ലഭിക്കാതെ എങ്ങനെയാണ് ധൈര്യം വന്നത് കൊടുക്കാൻ? ഇതൊരു പത്രധർമ്മമാണ്. അതിൻ്റെ ഉദ്ദേശം പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ എന്നെ സംബന്ധിച്ചൊരു തെറ്റായ ചിത്രം രൂപപ്പെടുത്തുന്നതിൽ ഈ പത്രത്തിന് എന്താണ് അധികാരം? സാധാരണ നിലയിൽ പൊതുയോഗത്തിൽ അല്ലെങ്കിൽ സെമിനാറിൽ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ കൊടുക്കുന്നതിന് തകരാറില്ല. പാർട്ടിക്കുള്ളിൽ പറയുന്ന കാര്യങ്ങൾ കൊടുക്കാമെങ്കിൽ എൻ്റെ വീട്ടിൽ നടക്കുന്ന ചർച്ചയിൽ നാളെ മലയാള മനോരമ കൊടുക്കും. AK ബാലൻ്റെ ഭാര്യയോട് ഇന്നേത് പറഞ്ഞതായി ഞങ്ങൾ കണക്കാക്കുന്നു. എന്തെല്ലാം കുഴപ്പമുണ്ടാവുക? ഒരു കുടുംബത്തിൻ്റെ പ്രൈവസി പോലെ തന്നെയാണ് ഒരു പാർട്ടീൻ്റെ പ്രൈവസി. അപ്പോൾ ഒന്നുകിൽ ഇതിൻ്റെ നാഥൻ ആരാണെന്ന് പറയണം. ഞങ്ങൾക്ക് കിട്ടിയത് അതോടുകൂടി ഞാൻ ഈ പറഞ്ഞ പരാമർശം കംപ്ലീറ്റ് പിൻവലിക്കും. അതിനുള്ള ധൈര്യം കാണും. അങ്ങനെ ഒരാളും കമ്മിറ്റിയിൽ പറഞ്ഞിട്ടില്ല എന്ന് ജില്ലാ സെക്രട്ടറി പറഞ്ഞിട്ട് പോയി. ഈ രൂപത്തിലുള്ള ഒരു വാർത്ത കൊടുക്കുന്നത്, അതും ജമാഅത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നത്തിൽ ഉയർന്നു വന്ന
ഒരന്തരീക്ഷത്തിൽ ഇങ്ങനെ കൊടുക്കുന്നത് കൂട്ടി വായിച്ചാൽ ഇതിനോട് അവർക്ക് യോജിപ്പാണെന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പം മേലിൽ ഈ രൂപത്തിലുള്ള വാർത്ത കൊടുക്കാതിരിക്കുന്നതിനുള്ള ശ്രദ്ധ, ഇടപെടൽ മലയാള മനോരമയുടെ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുണ്ടാകണം, നിർബന്ധമാണ്. അല്ലെങ്കിൽ ഞങ്ങൾ ഇന്ന കാര്യങ്ങൾ ഇന്ന സ്ഥലത്ത് നിന്ന് കിട്ടി എന്ന് പറയാനുള്ള ആർജവം കാട്ടണം, തൻ്റെ ഇടം ഉണ്ടാകണം. ഇത്രയും കാര്യങ്ങളാണ് ചുരുക്കി ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പ്രകോപിതരാകാതെ, അന്ന് എൻ്റെ വീട്ടിൽ വെച്ചിട്ട് ഒരാൾ പ്രകോപിതനായതുകൊണ്ട് ഞാൻ അതിൻ്റെ അകത്തൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാകുന്ന ഭാഷയിൽ പരമാവധി ഞാൻ മറുപടി പറയും. അന്ന് ബാലേട്ടൻ പറഞ്ഞ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ, ഒന്ന് UDF അധികാരത്തിൽ വന്നാൽ ജമാഅത്ത് ആഭ്യന്തരം ഭരിക്കുമെന്നും ഒന്നാം മാറാടും രണ്ടാം മാറാടും അല്ല ഉണ്ടാവുക എന്നുള്ളതാണ്. മറ്റൊന്ന് പാലക്കാട് വർഗീയ കലാപത്തിന് ജമാഅത്ത് ശ്രമിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ താങ്കൾ പറയുന്നു ഈ വക്കീൽ നോട്ടീസിൽ പറഞ്ഞ സംഘടനയെ കുറിച്ചല്ല പറഞ്ഞത് എന്നാണ്. അപ്പൊ താങ്കൾ ഏത് സംഘടനയെ കുറിച്ചാണ് ഉദ്ദേശിച്ചത്? അതാണ് അത് കേൾക്കേണ്ടത്. കഴിഞ്ഞല്ലോ. എനിക്കുള്ള ഡിഫേമേഷൻ എന്ന് പറയുന്നത്, ഒന്ന് ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് കേരള ചാപ്റ്റർ സെക്രട്ടറി മുഹമ്മദ് ഷിഹാബ് അലിയാസ് ഷിഹാബ് പോക്കൂട്ടൂരിൻ്റെതാണ്. അദ്ദേഹത്തെ ഞാൻ അപമാനിച്ചിട്ടില്ല. നമ്പർ 1, ഈ ഡിഫേമേഷൻ്റെ അകത്ത് അദ്ദേഹത്തെ കൂടി അപമാനിച്ചു എന്നാണ് പറയുന്നത്. ഞാൻ അദ്ദേഹത്തിൻ്റെ പേരെടുത്ത് പറഞ്ഞിട്ടേ ഇല്ല, എവിടെയും പറഞ്ഞിട്ടില്ല. 2, അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന സംഘടനയുടെ പേര് ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് കേരള ചാപ്റ്റർ സെക്രട്ടറി എന്നാണ്. കേരള ഇസ്ലാമി ഹിന്ദ്, ഇസ്ലാമി ജമാഅത്തെ ഇസ്ലാമി കുറേ ഉണ്ട്. ഇപ്പോൾ കേരള ജമാഅത്തെ ഇസ്ലാമി എന്നും പറഞ്ഞിട്ടല്ലേ ഇപ്പോൾ AP-ൻ്റെ ജാഥയില്ലേ അല്ലേ? മുസ്ലിം ജമാഅത്ത് അല്ല, കുറേ കാശ്മീരിൽ ജമാഅത്ത് ഉണ്ട്, കാശ്മീരിൽ ബംഗ്ലാദേശിലുണ്ട്, പാകിസ്ഥാനിലുണ്ട്, നിരവധിയുണ്ട്. ഞാൻ പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, നിയമപരമായി മറുപടി കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചോളുക. നിയമപരമായിട്ട് മാത്രമേ ഞാൻ അതിൽ പ്രതികരിക്കൂ. അതായത് ഈ സംഘടനയെ എടുത്ത് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല, ഈ സംഘടനയുടെ പേരേ പറഞ്ഞിട്ടില്ല, ഈ സംഘടനക്കെതിരായിട്ടും പറഞ്ഞിട്ടില്ല. അത്രയുള്ള അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഈ ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് കേരള ചാപ്റ്ററിന്റെ ആളുകൾ ഭരിക്കുന്നല്ലോ ഉദ്ദേശിച്ചത്, വേറെ ഏതോ ജമാഅത്താണ്, അതേ ജമാഅത്താണ്. അല്ല, അത് നിങ്ങളോട് പറയേണ്ടതില്ല. ഞാൻ എൻ്റെ മറുപടിയിൽ പറഞ്ഞത് കേരള ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് കേരള ചാപ്റ്ററിനെ പറ്റി ഞാൻ പറഞ്ഞില്ല. ഇനി ഏത് വർഗീയ ശക്തികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏത് ഗവൺമെൻറ് അധികാരത്തിൽ വന്നാലും അവർ സ്വാധീനിക്കും. ആ അർത്ഥത്തിലാണ് ഞാനത് പറഞ്ഞത്. ഏത് ഗവൺമെൻറ് വന്നാലും ഇപ്പം പ്രകടമായി ജമാഅത്തെ പ്രഖ്യാപിക്കുന്നു, ഞങ്ങളുടെ സഹായം UDF-നുണ്ട്. UDF ആ സഹായം പറ്റി അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഈ ആപത്തുണ്ടാകും എന്നുള്ളത് ഞാൻ ചൂണ്ടിക്കാണിച്ചത് ശരിയാണ്. അത് എൻ്റെ അപ്രിയൻഷനാണ്. ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഞാനത് പറഞ്ഞത് ഒരു രൂപത്തിലും ഒരു സംഘടനയും ഡിഫൈൻ ചെയ്യാനുള്ളതല്ല. ശരി, പറഞ്ഞു. അത്ര മതി, അത്രയേ ഉള്ളൂ.